ഈ കുട്ടികളുടെ കാര്യം എടുത്തു നോക്കിയാൽ ക്യൂബയുടെ ഒരു നയം എന്തെന്ന് വെച്ചാൽ കുട്ടികളെ സംരക്ഷിക്കുക എന്നുള്ളത് സമൂഹത്തിൻ്റെ രാജ്യത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം കൃത്യമായിട്ട് പാലിച്ചു പോവാത്തൊരു ജനത, ഒരു നാട്, രാജ്യമുണ്ടെങ്കിൽ അത് ഭാവിയോട് കാട്ടുന്ന ക്രൂരതയായിരിക്കും, ക്രൂരന്മാരായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രത്തോളൊരു നയത്തിന് പുറത്താണ് ഈ വിദ്യാഭ്യാസവും കുട്ടികളെ സംരക്ഷിക്കുന്ന നിലപാടുകളൊക്കെ സ്വീകരിക്കുന്നതും കുട്ടികളെയാണ് അവിടെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് സംരക്ഷിച്ച് പോരുന്നതും. നമ്മുടെ ഇന്ത്യൻ സാഹചര്യം എടുത്തു നോക്കിയാൽ എന്താണ് സ്ഥിതി? ബാലവേല, പിന്നെ അതുപോലെ തന്നെ പലതരത്തിലുള്ള ചൂഷണങ്ങൾ കുട്ടികൾ നേരിടുന്നുണ്ട്. കൃത്യമായിട്ട് പ്രാഥമിക വിദ്യാഭ്യാസം പോലും നേടാൻ പറ്റാത്ത സാഹചര്യം. അങ്ങനെ വലിയൊരു അന്തരം ക്യൂബയുമായിട്ട് ഇങ്ങനെ പല കാര്യങ്ങളിലും ഇന്ത്യക്കുണ്ട്. തീർച്ചയായിട്ടും ലോകത്ത് പട്ടിണി കൊണ്ട് മരിക്കുന്ന 3 കുട്ടികളിൽ ഒരാൾ ഇന്ത്യയിലാണ് എന്നുള്ളതാണ് കണക്ക്. ഇന്ത്യയിലെ വിളർച്ച ബാധിച്ച കുട്ടികളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാജ്യങ്ങളുടെ ജനസംഖ്യയുടെ അത്രയും വരും ഇന്ത്യയിലെ വിളർച്ച ബാധിച്ച കുട്ടികളുടെ എണ്ണം എന്നുള്ളതാണ് കണക്ക്. ലോകത്തെ 127 പട്ടിണി രാജ്യങ്ങളിൽ 112ാമതാണ് ഇന്ത്യയുടെ സ്ഥാനം. എന്ന് വെച്ചാൽ ലോകത്തെ പട്ടിണി കിടക്കുന്ന കുട്ടികളിൽ ബഹുഭൂരിപക്ഷവും ഇന്ത്യയിലെ ഫ്ലൈ ഓവറുകളുടെ താഴെയാണ് ഉള്ളത്. അല്ലെ, അമ്മമാരുടെ തേയിലത്തോട്ടങ്ങളിൽ പണിക്കുവന്ന അമ്മമാരുടെ ചുമലിൽ തുണിയിൽ കെട്ടിയിട്ട രൂപത്തിലാണുള്ളത്. അല്ലെങ്കിൽ പിച്ച യാചിച്ച് നിങ്ങളുടെ വാഹനങ്ങളുടെ പുറത്തു വരുന്ന, അല്ലെങ്കിൽ ഒരു സ്പോഞ്ച് കൊണ്ട് തുടക്കാൻ വേണ്ടി വരുന്ന കുട്ടികളായിട്ടാണ് ഉള്ളത്. അതാണ് ഇന്ത്യയിലെ കുട്ടികൾ ബാല്യത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ക്യൂബയിൽ ഒരു കുട്ടി പോലും സ്കൂളിൽ പോകാതിരിക്കുന്നില്ല. ഒരു കുട്ടിക്കും 2 തരത്തിലുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല. എല്ലാവർക്കും ഒരേ തരത്തിലുള്ള, ഒരേ പരിഗണനയുള്ള, ഒരേ യൂണിഫോമുള്ള, ഒരേ പഠന സാഹചര്യങ്ങളുള്ള സ്കൂളുകളാണ് എല്ലായിടത്തും. ഭിക്ഷയാചിക്കുകയോ മറ്റ് ബാലവേല ചെയ്യുന്ന കുട്ടികളെ നമുക്ക് കാണാൻ കഴിയും. തെരുവിൽ കിടന്നുറങ്ങുകയോ പട്ടിണി കിടക്കുകയോ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളെ വന്നിട്ട് ഇങ്ങനെ പിറകുന്ന് പിടിച്ചു വലിക്കുകയോ ചെയ്യുന്ന കുട്ടികളെ അവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. മറ്റൊന്ന്, അടുത്ത് ക്യൂബയിൽ പാസ്സാക്കിയിട്ടുള്ള കുടുംബ കോഡുണ്ട്, കുടുംബ നിയമം പരിഷ്കരിച്ചു. ആ നിയമത്തിനനുസരിച്ചിട്ടും കുറെ കാലമായിട്ടും പറയുന്നതും ഈ നിയമത്തിൽ പ്രത്യേകമായി എടുത്തു പറയുന്നതും കുട്ടികൾ എന്നുള്ളത് കുടുംബത്തിലെ പൂർണ്ണ പൗരരായി തന്നെ കണക്കാക്കപ്പെടണം. അവർക്ക് മുകളിലുള്ള ഒരു തരത്തിലുള്ള ഹിംസയും പാടില്ല. അവർക്ക് എല്ലാ സംരക്ഷണവും നൽകണം എന്നുള്ള അത് നിയമപരമായ ഒന്നാക്കിയിട്ടാണ് ക്യൂബയിൽ മാറ്റുന്നത്. 2, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പനാമ സ്കൂൾ, അത് ശാരീരികമായും അതുപോലെ തന്നെ ബുദ്ധിപരമായിട്ടും പരിമിതികളുള്ള, വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കുള്ള സ്കൂളായിരുന്നു. ആ കുട്ടികളെ 2ാം തരം കുട്ടികളായിട്ടല്ല അവിടെ കണക്കാക്കുന്നത്. 240 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ 140 സ്റ്റാഫ് ഉണ്ട്. അതായത് അവർക്ക് എല്ലാ തരത്തിലും ഉള്ള സൗകര്യങ്ങൾ അവർക്ക് ലഭിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഉണ്ടായിരുന്നു. കുട്ടികളാണ് സമ്പത്ത്. നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്ന കാലം ഒരു വർഷത്തിനിടയിൽ 25,000-ത്തിലധികം കുഞ്ഞുങ്ങൾ പലസ്തീനിൽ മരിച്ചു വീണത്. ആ കാലത്ത് നിന്നിട്ടാണ് നമ്മളിത് ഈ പ്രയാസങ്ങൾക്കിടയിലും കുഞ്ഞുങ്ങളാണ് ഞങ്ങളുടെ സമ്പത്ത് എന്ന് പറയുന്ന മറ്റൊരു മാതൃകയുള്ളത്. നമ്മൾ ആരുടെ കൂടെ നിൽക്കും? എത്ര പിഞ്ചു കുഞ്ഞുങ്ങൾ മരിച്ചു, എത്ര ഗർഭസ്ഥ ശിശുക്കൾ മരിച്ചു. അതിനേക്കാൾ കൂടുതൽ കുട്ടികളാണ് ഭക്ഷണം കിട്ടാതെ ഇപ്പൊ മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണം കിട്ടുന്നില്ല, മുലപ്പാല് കിട്ടുന്നില്ല, അമ്മമാരില്ല. ബാല്യത്തെ തകർക്കുന്ന ക്യൂബ, ബാല്യത്തെ തകർക്കുന്ന ഇസ്രായേൽ, ബാല്യത്തെ തകർക്കാൻ കൂട്ടുനിൽക്കുന്ന അമേരിക്ക, ബാല്യമാണ് സമ്പത്ത് എന്ന് പ്രഖ്യാപിക്കുന്ന ക്യൂബ. അതെ, താങ്കൾ ക്യൂബയിൽ ചെന്നപ്പോൾ അത്ഭുതം കൊണ്ട ഒരു സംഗതിയുണ്ട്. ഇത്രയേറെ ചെഗുവേരയും ഫിദൽ കാസ്ട്രോയെയും നെഞ്ചേറ്റുന്ന ഒരു ജനത, അങ്ങനെയുള്ളൊരു ജനതയാണ് ആ ക്യൂബൻ ജനത എന്ന് പറയുന്നത്. അപ്പോൾ എവിടെ നോക്കിയാലും നമുക്ക് ഫിദൽ കാസ്ട്രോയുടെയോ ചെഗുവേരയുടെയോ പ്രതിമകളോ മറ്റോ കാണാൻ കഴിയില്ല. പക്ഷേ പുറമെ അവരുടെ ആശയം നന്നായിട്ട് നെഞ്ചേറ്റുന്ന ഒരു ജനതയാണ്. അത് കൃത്യമായിട്ട് മുറുകെ പിടിക്കാനും അവർക്ക് കഴിയുന്നുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാളികളായിട്ടുള്ള മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, രവീന്ദ്രനാഥ് ടാഗോർ, സുഭാഷ് ചന്ദ്രബോസ്, അങ്ങനെയുള്ള ആളുകളുടെ എത്രയോ പ്രതിമകൾ നമുക്ക് ചുറ്റും ഇഷ്ടം പോലെ കാണാൻ കഴിയും. പക്ഷേ അവരുടെ ഒരു ആശയം കൃത്യമായിട്ട് നെഞ്ചേറ്റാത്ത ഒരു ഭരണകൂടമാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. അങ്ങനെ നെഞ്ചേറ്റാത്ത കുറേയധികം ജനവിഭാഗം നമ്മുടെ നാട്ടിൽ ഉണ്ട് താനും. അതെ, ഇപ്പോൾ മുമ്പ് ഉത്തർപ്രദേശിൽ നിന്ന് വന്നിട്ടുള്ളൊരു വാർത്തകളിലൊന്ന് അവിടുത്തെ പ്രതിമ രാഷ്ട്രീയമായിരുന്നല്ലോ. മായാവതിയുടെ പ്രതിമ, അതുപോലെ അംബേദ്കറിന്റെ പ്രതിമ എല്ലായിടം. പക്ഷെ അംബേദ്കറിന്റെ രാഷ്ട്രീയം, ആശയം എവിടെയുണ്ട്? അതുകൊണ്ടാണ് അംബേദ്കറിനെ ഒരു പ്രതിമയാക്കി വെച്ചിരിക്കുകയാണ്.
ക്യൂബയിൽ ഫിഡൽ കാസ്ട്രോയെ പ്രതിമയാക്കി വെച്ചിട്ടില്ല. ഫിഡൽ കാസ്ട്രോ ഒരു ആശയമായിട്ട് ജനങ്ങൾക്കുള്ളിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഫിഡൽ കാസ്ട്രോ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഫിഡൽ കാസ്ട്രോയുടെ പ്രതിമ കാണാനേ ഇല്ല, എവിടെയും കാണാനില്ല. പക്ഷെ ഒരേ ഒരു സ്മാരകം മാത്രമാണ് ഫിഡൽ കാസ്ട്രോയുടെ പേരിൽ ഉള്ളത്. പക്ഷേ ഫിഡൽ കാസ്ട്രോയുടെ ആശയം ജനങ്ങളുടെ ഉള്ളിലേക്ക് ഉണ്ട് എന്ന് കാണാൻ വേണ്ടി നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഒരു ആശയത്തെ എങ്ങനെയാണ് ജൈവികമായി മനുഷ്യരുടെ തലച്ചോറിലേക്ക് പകർത്തിവിടാൻ വേണ്ടി പറ്റുക, പുതിയ മനുഷ്യരെ സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു അവിടുത്തെ ഒരു പ്രത്യേകത. അല്ലാതെ പ്രകടനപരതയേ അല്ല. മറ്റൊന്ന്, അവിടുത്തെ സോഷ്യലിസത്തെ അവിടുത്തെ ജനങ്ങളുടെ ജീവിതവുമായി ചേർത്ത് വെച്ച് പരിചയപ്പെടുത്താൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായിരുന്നില്ല ഹോസെ മാർട്ടി എന്ന് പറയുന്ന ക്യൂബയുടെ രാഷ്ട്രപിതാവ് എന്നൊക്കെ പറയാൻ വേണ്ടി പറ്റുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. 1895 അദ്ദേഹം പിന്നെ രക്തസാക്ഷിയാവുന്നത്. ഒരു സമരമുഖത്താണ് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അദ്ദേഹം മാർക്സിനെ കുറിച്ചിട്ടൊക്കെ എഴുതുന്നുണ്ട്. മാർക്സ് മർദ്ദിതരായ മനുഷ്യരുടെ കൂടെ നിന്ന മനുഷ്യനാണ് എന്നൊക്കെ എഴുതുന്നുണ്ട്. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല ക്യൂബയിൽ. ഇല്ല. ആ ഹോസെ മാർട്ടിയാണ് ഇവിടുത്തെ ദേശീയ ഹീറോ ആയി മാറേണ്ടത് എന്നാണ് വിപ്ലവ ക്യൂബ തീരുമാനിക്കുന്നത്. എങ്ങനെയാണ് അദ്ദേഹം? അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമാണോ അല്ലയോ എന്നുള്ളതല്ല, നിങ്ങൾ ഏത് പക്ഷത്ത് നിലകൊള്ളുന്നു എന്നുള്ളതും അതിനെ എങ്ങനെ ആ സമൂഹത്തിന്റെ വികാസവുമായി ബന്ധപ്പെടുത്താൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. കേരളത്തിൽ അതുകൊണ്ടാണ് കേരളത്തിൽ ശ്രീനാരായണ ഗുരുവിനെ, അയ്യങ്കാളിയെ എന്തുകൊണ്ടാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ആഘോഷിക്കുന്നതും പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും? കാരണം അതിന്റെ ചരിത്രപരമായ പ്രത്യേകതയെ സമൂഹത്തിന്റെ വികാസവുമായിട്ട് ചേർത്ത് വെക്കാനും അതിന് ഗുണകരമായ തരത്തിൽ ഉപയോഗിക്കാനും വേണ്ടി പറ്റുക എന്നുള്ളിടത്താണ് ആ ചരിത്രത്തിന്റെ എല്ലാ നന്മകളെയും നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കേണ്ടത്. അങ്ങനെയാണ് സോഷ്യലിസം വളരെ. അല്ലാണ്ട് സോഷ്യലിസത്തിന്റെ ചരിത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെട്ടതിന് ശേഷമുള്ള ചരിത്രമല്ല. പൊരുതുന്ന മനുഷ്യ ചരിത്രത്തിന്റെ ആകെ ചരിത്രം സോഷ്യലിസത്തിന്റെ ചരിത്രം. അതിന്റെ ഒരു ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെടുന്നു, അതിന്റെ പ്രസ്ഥാനങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതൊക്കെ ശരി തന്നെ. പക്ഷെ ചരിത്രത്തെ ഇങ്ങനെയാണ് കാണുക. ചരിത്രത്തിന്റെ എല്ലാ നന്മകൾ, ഒരു സമൂഹത്തിന്റെ എല്ലാ തിളക്കമുള്ള അധ്യായങ്ങളെ, സമരങ്ങളെ അത് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ഒരു നാടാണ് ക്യൂബ.